ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രമാണ്. ഭാഗം 1 പാഠപുസ്തകം. അടിസ്ഥാന ശാസ്ത്രത്തിൽ ആദ്യ പാഠമായ വിളയിക്കാം നൂറുമേനി എന്ന പാഠമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിളയിക്കാം നൂറുമേനി എന്നതിൻ്റെ 2ാമത്തെ ക്ലാസ്സാണ് നമ്മുടേത്. ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന് ശേഷമുള്ള ഭാഗവും അതുപോലെ തന്നെ പാഠത്തിൻ്റെ ബാക്കിൽ വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ പാഠത്തിൽ തന്നെ വരുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങൾ പാഠത്തിൻ്റെ മുഴുവൻ വിശദീകരണം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. നമ്മളെല്ലാ കമൻസിനും റിപ്ലൈ തരും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും കമൻറ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം. വിളയിക്കാം നൂറുമേനി. വിളയിക്കാം നൂറുമേനിയിൽ നമ്മൾ ആദ്യത്തെ ഭാഗങ്ങളെല്ലാം പറഞ്ഞതാണ്. ഇത് പാർട്ട് 2. ഇവിടെ നമ്മൾ കമ്പൊട്ടിക്കൽ ഗ്രാഫ്റ്റിംഗ് ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിത്രം നോക്കൂ. ഈ മാവിൻ്റെ ഒരു തൈ വേണം. അത് പതിവയ്ക്കൽ വഴി ഉണ്ടാക്കാൻ കഴിയുമോ? മാവിൻ്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കാൻ പ്രയാസമാണ്. വിത്ത് നട്ടാലോ? മാങ്ങ ഉണ്ടാവാൻ കുറേ വർഷങ്ങൾ കഴിയും. അതിന് ഈ മാവിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകണമെന്നുമില്ല. അപ്പോൾ ഈ മാവിൻ്റെ എല്ലാ ഗുണങ്ങളോട് കൂടിയ തൈ ഉണ്ടാക്കുന്നത് എങ്ങനെ? നമുക്ക് പരിശോധിക്കാം. 2 ഇനം മാവുകളുടെ സവിശേഷതകൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു. പട്ടിക വിശകലനം ചെയ്തു നമുക്ക് നോക്കാം. നാടൻ മാവും നീലം മാവും തന്നിട്ടുണ്ട്. നാടൻ മാവിൽ താരതമ്യേന ചെറിയ മാങ്ങയായിരിക്കും. പുളിയുള്ളതോ മധുരമുള്ളതോ ആയ മാങ്ങയായിരിക്കും. നമ്മുടെ മണ്ണിൽ നന്നായി വളരും. പ്രത്യേക പരിചരണം ആവശ്യമില്ല. നീലം ആണെങ്കിൽ വലിയ മാങ്ങയായിരിക്കും. നല്ല മധുരമുള്ള മാങ്ങ നമ്മുടെ മണ്ണിൽ നന്നായി വളരില്ല. നല്ല പരിചരണം വേണം. ഫലത്തിൻ്റെ ഗുണമേന്മയിൽ ഏത് മാവാണ് മികച്ചത്? ഗുണമേന്മ നാടൻ മാവാണ്. നീലം മാവിനെ അപേക്ഷിച്ച് നാടൻ മാവിന് എന്തെങ്കിലും മേന്മകളുണ്ടോ? ഉറപ്പായിട്ടുമുണ്ട്. പ്രത്യേക പരിചരണം വേണ്ട. നന്നായി വളരും. രോഗപ്രതിരോധ ശേഷിയെല്ലാം ഉണ്ടായിരിക്കും. അപ്പം നീലം മാവിൻ്റെ ഒരു കമ്പ് നാടൻ മാവിൻ്റെ തൈയിൽ വെച്ച് പിടിപ്പിച്ച് ഒരു പുതിയ തൈ ഉണ്ടാക്കിയാൽ ആ മാവിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാകും? നോക്കൂ. നമ്മുടെ മണ്ണിൽ നന്നായി വളരും. നീലം മാവിൻ്റെ മാങ്ങ ലഭിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു തൈ ഉണ്ടാക്കുന്ന രീതി പരിചയപ്പെടാം. ഇനിയാണ് നമ്മളിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കുന്നത്. കമ്പൊട്ടിക്കൽ തന്നെയാണ് നമ്മൾ പറയുന്നത്, അഥവാ ഗ്രാഫ്റ്റിംഗ്. ഈ കമ്പൊട്ടിക്കുന്നതിന് രീതിയുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം. 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിൻ്റെ തൈ തിരഞ്ഞെടുക്കുക. വേരോട് കൂടിയ ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. കണ്ടല്ലോ, വേരോട് കൂടിയിട്ട് നമ്മളൊരു ചെടി തിരഞ്ഞെടുക്കുക. അത് റൂട്ട് സ്റ്റോക്കാണ്. നല്ല കായ്ഫലമുള്ള നീലം മാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഇതിനെ സയൺ എന്ന് പറയുന്നു. പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയണായി തിരഞ്ഞെടുക്കേണ്ടത്. കമ്പൊട്ടിക്കാനായി റൂട്ട് സ്റ്റോക്കിന്റെ അടിവശത്ത് നിന്ന് 15 സെന്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണം. റൂട്ട് സ്റ്റോക്കിന്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെന്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. സയണിന്റെ അടിഭാഗം 2 വശവും ചിത്രത്തിൽ കാണുന്നത് പോലെ ചെരിച്ച് ചെത്തണം. റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് സയൺ തിരുകി വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. സയൺ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. അപ്പോൾ കമ്പൊട്ടിക്കലിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കണം. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സയൺ എന്നും പറയുന്നു. അപ്പോൾ കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ്? വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തിരഞ്ഞെടുത്ത സസ്യത്തെ പോലെ നമ്മുടെ മണ്ണിലും നന്നായി വളരും. അധികം പരിചരണം ആവശ്യമില്ല. തിരഞ്ഞെടുത്ത സസ്യത്തിൻ്റെ ഫലങ്ങൾ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഇതിലെല്ലാം നമുക്ക് വായിക്കാൻ മാത്രമേ ഉള്ളൂ. അവസാനം നോക്കൂ. മൂവാണ്ടൻ മാവിൽ നീലം മാവിൻ്റെ കമ്പൊട്ടിക്കുന്ന കാര്യമാണല്ലോ ചർച്ച ചെയ്തത്. മൂവാണ്ടൻ മാവിൻ്റെ റൂട്ട് സ്റ്റോക്കിൽ മൂപ്പെത്തിയ മറ്റൊരു മൂവാണ്ടൻ മാവിൻ്റെ തന്നെ സയൺ ഒട്ടിച്ച് പുതിയ മാവ് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ സയണായി എടുക്കുന്ന മാവിൻ കമ്പിന് മാതൃസസ്യത്തിന്റെ പ്രായമുണ്ടാകില്ലേ? വേഗം ഫലം തരാൻ ഇത് സഹായിക്കില്ലേ? ഉറപ്പായും സഹായിക്കും. ഓക്കെ, അതിൻ്റെ ഉത്തരം സഹായിക്കും തന്നെയാണ്. മൽഗോവ, നാടൻ മാവിനമായ ഗോമാവ് എന്നിവ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു തൈ ഉണ്ടാക്കണം. ഇവിടെ ഏത് റൂട്ട് സ്റ്റോക്കായും ഏത് സയണായും തിരഞ്ഞെടുക്കും. ഇതിനുള്ള കാരണം നിങ്ങൾ എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് മുകുളം ഒട്ടിക്കലാണ് അടുത്തത് വരുന്നത്. കമ്പിന് പകരം മുകുളം എടുത്താലോ? നമുക്ക് ഇനി മുകുളം ഒട്ടിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ബഡ് തൈകൾ തയ്യാറാക്കുക, മുകുളം ഒട്ടിക്കൽ എങ്ങനെയാണെന്ന് നോക്കാം.
ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. കണ്ടോ, മുകുളം ഒട്ടിക്കലിന് ഘട്ടം 1, നല്ല ഇനം പ്ലാവിന്റെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. അതിന് സയൺ എന്ന് പറയും. ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് റൂട്ട് സ്റ്റോക്ക് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറംതൊലി ചെത്തിമാറ്റുക. റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൺ വെച്ച് മുകുളം പുറത്തു കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിനു ശേഷം ഈ തൈകൾ പറമ്പിലേക്ക് മാറ്റി നടാം. മുകുളം ഒട്ടിക്കുന്ന രീതി മനസ്സിലാക്കിയില്ലേ? ഇതുപോലെ ഒരു നാടൻ റോസ് ചെടിയിൽ പലതരം റോസ് ചെടികളുടെ മുകുളങ്ങൾ ഒട്ടിച്ചു ചേർത്ത് ജൈവ വൈവിധ്യോദ്യാനത്തിൽ നട്ടു വളർത്തൂ. ഇനി നമുക്ക് അവർ താഴെ തന്നിരിക്കുന്ന ചോദ്യം നോക്കൂ. മികച്ച തൈകൾ ഉണ്ടാക്കുന്ന രീതികളാണ് നാം പരിചയപ്പെട്ടത്. മികച്ച വിത്ത് എങ്ങനെ ഉണ്ടാക്കും? മികച്ച തൈകൾ ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലായി. മികച്ച വിത്തുകൾ ഉണ്ടാക്കുന്ന രീതികൾ എന്തൊക്കെയെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അത് ആദ്യത്തെ മെത്തേഡ് വർഗ്ഗസങ്കരണമാണ്, ഹൈബ്രിഡൈസേഷൻ. നിങ്ങൾക്ക് കാണാലോ, ഇനം 1 ഇനം 2 എന്ന് പറഞ്ഞിട്ട് ഇനം 1 നീളമുള്ള പച്ചമുളകും ഇനം 2 കൂട്ടമായിട്ട് വരുന്ന മുളകും. പച്ചമുളക് തന്നെയാണ്, അപ്പോൾ മുളക് തന്നെയാണ് അതും ഇതും. ഓരോന്നിനും എന്തെല്ലാം പ്രത്യേകതയുണ്ട്. ഈ 2 ഇനങ്ങളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരിക്കും? ഇത്തരത്തിലൊരു തൈ എങ്ങനെ ഉണ്ടാക്കും? അതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് വർഗ്ഗസങ്കരണം. നെക്സ്റ്റ് അതേപോലെ തന്നെ അടുത്തൊരു മെത്തേഡ് പരാഗണമാണ്. ഇവിടെ സ്വപരാഗണവും പരപരാഗണവും തന്നിട്ടുണ്ട്. സ്വപരാഗണത്തിലാണോ പരപരാഗണത്തിലാണോ 2 സസ്യങ്ങളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത്? അത് പരപരാഗണത്തിലാണ് കേട്ടോ. ഉത്തരം പരപരാഗണത്തിലാണ് 2 സസ്യങ്ങളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത്. കാരണം പരപരാഗണത്തിൽ 2 സസ്യങ്ങളുടെയും പരാഗരേണുക്കൾ കൂടിക്കലരുന്നു. 2 മുളക് ചെടികളുടെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ ഏതുതരം പരാഗണമാണ് നടത്തേണ്ടത്? 2ന്റെയും ഗുണം കിട്ടണമെങ്കിൽ പരപരാഗണം തന്നെ ചെയ്യണം കേട്ടോ. പ്രാണികൾ വഴി പരാഗണം നടന്നാൽ നമ്മൾ തിരഞ്ഞെടുത്ത മുളക് ചെടികൾ തമ്മിലാണ് പരാഗണം നടന്നത് എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? ഉറപ്പായിട്ടും പറ്റില്ല. പ്രാണികൾ തമ്മിൽ ചെയ്യുമ്പോൾ നമുക്കത് അറിയില്ലല്ലോ, അതുകൊണ്ട് പറ്റില്ല. അങ്ങനെയെങ്കിൽ കൃത്രിമമായി പരപരാഗണം നടത്താൻ കഴിയുമോ? ഉറപ്പായിട്ടും കൃത്രിമമായിട്ട് പരപരാഗണം നടത്താം. ആ മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുകൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുകൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ശേഖരിച്ച പരാഗരേണുകൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു. ഈ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എപ്പോഴാണ്? അനുയോജ്യമായ കോളങ്ങൾ ടിക്ക് ചെയ്യുക. പൂവ് നന്നായി വിരിഞ്ഞ ശേഷം എന്നുള്ളതിലാണ് ടിക്ക് ചെയ്യേണ്ടത് കേട്ടോ. എന്താണ് വർഗ്ഗസങ്കരണം? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി 2ന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗ്ഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കരയിനം വിത്തുകൾ. അപ്പം നമുക്ക് ഈ സങ്കരയിനം വിത്തുകൾ ഒന്ന് പരിചയപ്പെടാം. മുളകിന്റെ വിത്തുകളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി. പയറ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. നെല്ല് പവിത്ര, അന്നപൂർണ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ട സൽകീർത്തി, കിരൺ. ഇതിൽ വെണ്ട ഇനങ്ങളുടെ പേരാണ് സൽകീർത്തി, കിരൺ. വർഗ്ഗസങ്കരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ്. നമുക്ക് ഇനി പഠിക്കാനുള്ളത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. ആദ്യത്തെ കേരള കാർഷിക സർവകലാശാല, മണ്ണുത്തി, തൃശ്ശൂരിലേക്കൊക്കെ നമ്മൾ ഇവിടുന്ന് പോണ സമയത്ത് തന്നെ നമുക്ക് റോഡ് സൈഡിൽ തന്നെ ഇതിൻ്റെ എൻട്രൻസ് കാണാൻ സാധിക്കും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധ ഇനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരമാണ്. കിഴങ്ങുവർഗ്ഗങ്ങളെ പറ്റിയുള്ള പഠനം, ഉൽപാദനമാണ് അവിടെ ഉള്ളത്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ്. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്.
നിങ്ങളുടെ പ്രദേശത്ത് ഏതെങ്കിലും കാർഷിക ഗവേഷണ കേന്ദ്രമുണ്ടോ? കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേക്കോ നഴ്സറിയിലേക്കോ ഒരു പഠനയാത്ര സംഘടിപ്പിക്കൂ. ശേഖരിച്ച വിവരങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. വിത്തും വിളവും. ഇനി കുട്ടികളുടെ സംഭാഷണമാണ്. ഇത് സൽകീർത്തി ഇനമാണ്. നിറയെ കായ്കൾ കണ്ടോ? ഞാനും സൽകീർത്തി തന്നെയാണ് നട്ടത്, പക്ഷെ വിളവ് കുറഞ്ഞുപോയി. രണ്ട് കുട്ടികളും പറയുന്ന കാര്യങ്ങളാണ്. രണ്ടുപേരും നട്ടത് ഒരേ ഇനം വേണ്ട തന്നെയാണല്ലോ, എന്നിട്ടും ഒരാൾക്ക് കുറയാൻ കാരണം എന്താവും? മികച്ച വിളവ് ലഭിക്കാൻ നല്ല വിത്ത് മാത്രം മതിയോ? പോരാ, മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നാം പരിഗണിക്കേണ്ടത്? വളക്കൂറുള്ള മണ്ണ്, കീടനിയന്ത്രണം, അനുയോജ്യമായ കാലാവസ്ഥ, ജലസേചനം, രാസവളങ്ങളും ജൈവവളങ്ങളും ഇതെല്ലാം വേണം. വളക്കൂറുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ വളപ്രയോഗം ആവശ്യമാണ്. ചാണകം, യൂറിയ, കമ്പോസ്റ്റ്, NPK മിശ്രിതം, കോഴിവളം, അടുക്കള മാലിന്യം, എല്ലുപൊടി, ഫാക്ടം ഫോസ്, സൂപ്പർ ഫോസ്ഫേറ്റ് ഇതെല്ലാം നമുക്ക് വളക്കൂറുള്ളതാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്കിവിടെ കമ്പോസ്റ്റ്, NPK, എല്ലുപൊടി, കോഴിക്കാഷ്ടമൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ ജൈവവളം ഏതാണ്, രാസവളം ഏതാണെന്നൊന്ന് മാറ്റി എഴുതണം. ജൈവവളങ്ങളിൽ ചാണകം വരും, കോഴിക്കാഷ്ടം വരും, കമ്പോസ്റ്റ്, എല്ലുപൊടി. രാസവളങ്ങളിലാണ് യൂറിയ, NPK മിശ്രിതം, ഫാക്ടം ഫോസ്, സൂപ്പർ ഫോസ്ഫേറ്റ്. ഇനി അവിടെ സൈഡിൽ തന്നിരിക്കുന്ന ആ ഒരു ചിത്രത്തിലുള്ള വ്യക്തിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും അത് കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്യാൻ സഹായിച്ച വ്യക്തി. ഇനി ജൈവവളങ്ങളും രാസവളങ്ങളും തമ്മിലുള്ള ഒരു പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ജൈവവളങ്ങൾ ജൈവവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. കൂടുതൽ അളവിൽ വേണ്ടിവരും. മണ്ണിന് ദോഷകരമല്ല. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. രാസവളമാണെങ്കിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു. കുറഞ്ഞ അളവിൽ മതി. അമിതമായ ഉപയോഗം മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു. ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാം. ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടല്ലോ. ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് നമ്മുടെ നാട്ടിലെ കർഷകർ പിന്തുടരുന്നത്. വിളവ് മെച്ചപ്പെടുത്താനായി ജീവാണുവളങ്ങളും കർഷകർ ഉപയോഗിക്കാറുണ്ട്. ഇനി കീടനിയന്ത്രണമാണ്. കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണ് വിളകളെ ബാധിക്കുന്ന കീടങ്ങൾ. എങ്ങനെയാണ് കീടബാധ നിയന്ത്രിക്കാൻ കഴിയുക? അപ്പോൾ ഇവിടെ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ആദ്യത്തെ, ഞാൻ നന്നായി രാസകീടനാശിനി തളിക്കും, ഒറ്റ പ്രാണിയുമില്ല. അടുത്ത ആള്, ഞാൻ പുകയില കഷായമാണ് തളിക്കുന്നത്, പ്രാണികൾ കുറെയൊക്കെ പോയി. അടുത്ത ആള്, വിളക്കുകെണി വെച്ചിട്ടും പ്രാണികളെ നശിപ്പിക്കാം കേട്ടോ. അടുത്ത തവള പറയുന്നു, പ്രാണികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എത്ര കിട്ടിയാലും ഞാൻ തിന്നു തീർക്കും. ഓരോരുത്തരും പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? സസ്യങ്ങളെ ബാധിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കുവാനുള്ള മാർഗങ്ങൾ എഴുതൂ. അപ്പം നമുക്ക് കീടനിയന്ത്രണത്തിന് ജൈവ നിയന്ത്രണവും യാന്ത്രിക നിയന്ത്രണവും എല്ലാം ഉണ്ട്. ജൈവ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ വട്ടച്ചാഴി, ലേഡി ബഗ് എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ. ഇതുപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഇത്തരം കീടനിയന്ത്രണങ്ങളാണ് ജൈവ നിയന്ത്രണം. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്രകീടങ്ങളും നശിക്കുന്നു. യാന്ത്രിക നിയന്ത്രണം. ചിലയിനം പച്ചക്കറികളുടെ കായകൾ നശിപ്പിക്കുന്ന ഒരുതരം സ്വർണ്ണ നിറമുള്ള ഈച്ചയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവയെ നശിപ്പിക്കാനുള്ള ഒരു സൂത്രം പരിചയപ്പെടാം. ഒരു പിടി തുളസിയില ചതച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വയ്ക്കുക. അല്പനേരം കഴിഞ്ഞ് ഈ പ്ലേറ്റ് നിരീക്ഷിക്കൂ. തുളസിയിലയുടെ മണം മൂലം സ്വർണ്ണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിൽ വരുന്നത് കാണുന്നില്ലേ? ഇവയെ നശിപ്പിക്കുന്നത് വഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ടോ പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. ഇതിനായി ഉപയോഗിക്കുന്ന ഒരിനം കെണിയാണ് ഫെറമോൺ കെണി. മാർക്കറ്റിൽ ലഭ്യമാണ്. കീടനാശിനികളാണ്. 2 തരം കീടനാശിനിയുണ്ട്, രാസകീടനാശിനിയും ജൈവ കീടനാശിനിയും. രാസകീടനാശിനി രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. രാസകീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ജൈവ കീടനാശിനികൾ. പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷൻ, വെളുത്തുള്ളി, കാന്താരി മിശ്രിതമൊക്കെ ഇതിലടങ്ങിയതാണ്. പുകയില കഷായം വരുന്നുണ്ട്. നമുക്ക് പുകയില കഷായം വേണമെങ്കിൽ നിർമ്മിക്കാം. 100 ഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വയ്ക്കുക. ഇത് പിഴിഞ്ഞരിച്ചെടുക്കുക. ഇതിൽ 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷായം തയ്യാറായി. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം. നല്ല വിളവ് ലഭിക്കാൻ കളകളെയും നിയന്ത്രിക്കേണ്ടതില്ലേ? കളകളെ എങ്ങനെ നിയന്ത്രിക്കാം? കളനാശിനി പ്രയോഗിക്കൽ, കൈകൊണ്ട് കളകൾ നീക്കം ചെയ്യുക, ഉഴുതുമറിക്കുക, കത്തിക്കുക, കളനാശിനികൾ തളിക്കൽ. അത് തന്നെയാണ് ആദ്യം പറഞ്ഞത്.
അനുയോജ്യമായ കാലാവസ്ഥയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ കാലാവസ്ഥയ്ക്കിണങ്ങിയ വിളകൾ വേണം കൃഷി ചെയ്യാൻ. മികച്ച വിളവ് ലഭിക്കാൻ സഹായകമായ വിവിധ ഘടകങ്ങളെക്കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ അവയൊക്കെ പരിഗണിക്കുമല്ലോ. എല്ലാം നോക്കിയിട്ട് വേണം കൃഷി ചെയ്യാൻ. ഇടവിള കൃഷി ചെയ്യാം കേട്ടോ, കള നിയന്ത്രിക്കാൻ. അപ്പോൾ ആ ബോക്സിൽ നോക്കൂ, എനിക്ക് നല്ലൊരു കർഷകനാകണം. ഞാൻ എവിടെ കൃഷി ചെയ്യും? വീട്ടിലെ അടുക്കളത്തോട്ടം, മട്ടുപ്പാവ്, സ്കൂളിലെ പച്ചക്കറിത്തോട്ടം, സ്കൂളിലെ ജൈവ വൈവിധ്യോദ്യാനം, എവിടെ വേണമെങ്കിലും ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഇനി നമ്മൾക്ക് ഇത് മറ്റ് കാർഷിക സംരംഭങ്ങളാണ്. നോക്കൂ, മത്സ്യകൃഷിയെ നമ്മൾ പിസികൾച്ചർ എന്ന് പറയും. പട്ടുനൂൽ പുഴു വളർത്തലിന് സെറികൾച്ചർ, പുഷ്പകൃഷി ഫ്ലോറികൾച്ചർ, തേനീച്ച വളർത്തൽ എപ്പികൾച്ചർ, മുയൽ വളർത്തൽ ക്യൂണികൾച്ചർ, കൂൺ കൃഷി മഷ്റൂം കൾച്ചർ, കോഴി കൃഷി പോൾട്രി ഫാമിംഗ് ആണ്, കന്നുകാലി വളർത്തൽ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. അപ്പോൾ ഇതൊക്കെ കൃഷി രീതികൾ തന്നെയാണ്, മറ്റു കാർഷിക രംഗങ്ങളാണ്. ഇത് പഠിച്ചു വെക്കുക, ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടാകും. അപ്പോൾ വിവിധ കാർഷിക സംരംഭങ്ങളും മികച്ച വിത്ത്, നടീൽ വസ്തുക്കൾ തുടങ്ങിയവ തയ്യാറാക്കുന്ന രീതികളും കൃഷി പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിവിധ കാർഷിക മേഖലകളും മനസ്സിലാക്കിയല്ലോ. കൃഷിയെയും കർഷകരെയും സ്നേഹിച്ച ആധുനിക കൃഷി രീതികളോടൊപ്പം നമുക്ക് മുന്നേറാം. ഇനി വിലയിരുത്താമാണ്. ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം: മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. രണ്ടാമത്തെ ചോദ്യം മാച്ച് ചെയ്യാനാണ്. എപ്പികൾച്ചർ തേനീച്ച വളർത്തലാണ്. ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞ് മുയൽ വളർത്തൽ, സെറികൾച്ചർ പട്ടുനൂൽപ്പുഴു, പിസികൾച്ചർ മത്സ്യം വളർത്തലാണ്. പതിവയ്ക്കലിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പതിവയ്ക്കൽ രീതിയുടെ പേരെന്താണ്? നാഗപതിവയ്ക്കൽ. ഈ രീതിയിൽ പതിവയ്ക്കുമ്പോൾ ചിത്രത്തിൽ കാണിച്ച ABC എന്നീ സ്ഥാനങ്ങളിൽ എവിടെയാണ് മുറിക്കേണ്ടത്? B ആണ് മുറിക്കേണ്ടത്. അടുത്ത ചോദ്യം, AB എന്നിവയിൽ സയൺ സ്റ്റോക്ക് എന്നിവ ഏതാണ്? A സയൺ ആണ്, B സ്റ്റോക്ക് ആണ്. നാടൻ മാവിൽ മൽഗോവയുടെ കമ്പ് ഒട്ടിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? അതിൻ്റെ ഉത്തരം പ്രയോജനം എന്തെന്നല്ലേ. മണ്ണിൽ നന്നായി വളരുന്നു. ഇത് ബിയുടെ ഉത്തരമാണ് കേട്ടോ പറയുന്നത്. ഇത് ബിയുടെ ഉത്തരമാണ്. മണ്ണിൽ നന്നായി വളരുന്നു, ഉയർന്ന വിളവ് ലഭിക്കുന്നു, മൽഗോവ മാമ്പഴങ്ങൾ ലഭിക്കുന്നു, പ്രത്യേക പരിചരണം ആവശ്യമില്ല. നെക്സ്റ്റ് വരുന്നത് അടുത്ത സി ആണ്. നാടൻ മാവിൻ്റെ കൊമ്പ് തന്നെ ഒട്ടിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ട്. ഇതൊരു പുതിയ ഇനത്തെ സൃഷ്ടിക്കുന്നില്ല, എങ്കിലും മാതൃവൃക്ഷത്തിന്റെ ഉയർന്ന നിലവാരമുള്ള സവിശേഷതകൾ ഉള്ളതായിരിക്കും. നേരത്തെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. കീടനിയന്ത്രണത്തിന് സ്വീകരിക്കാവുന്ന വിവിധ മാർഗങ്ങൾ പട്ടികപ്പെടുത്തുക. ഓരോ മാർഗത്തിനും ഓരോ ഉദാഹരണം എഴുതൂ എന്നുള്ളതാണ്. ഉദാഹരണം ഞാനിവിടെ കൊടുത്തിട്ടില്ല, നിങ്ങൾ ബുക്കിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതണം. ജൈവ നിയന്ത്രണം, യാന്ത്രിക നിയന്ത്രണം, കീടനാശിനികൾ. കീടനാശിനികളിൽ തന്നെ രാസകീടനാശിനിയും ജൈവ കീടനാശിനിയും ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.